കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാനഡയിൽ നിൽക്കുന്ന നമ്മുടെ പലരോടും നമ്മളോട് ചോദിക്കുകയാണ്, കാനഡയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും ഇവിടുത്തെ ഒരു ബ്യൂട്ടിയാണെന്ന്. ഇവിടുത്തെ ഒരു നേച്ചറും സ്ഥലങ്ങളും ഒക്കെ കാണാൻ വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് കുറച്ച് നോർത്തൻ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ധാരാളം സ്ഥലങ്ങളും മൗണ്ടൻസും വെള്ളവും ഒക്കെ ആയിട്ടല്ലേ. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടുത്തെ ഒരു ഹെൽത്ത് കെയർ സെക്ടറാണ്. എല്ലായിടത്തും ഷോർട്ടേജ് ഓഫ് സ്റ്റാഫാണ്. ഡോക്ടേഴ്സ് ആവട്ടെ, നഴ്സസ് ആവട്ടെ, ഫാർമസിസ്റ്റ് ആവട്ടെ. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എമർജൻസിക്ക് പോയാൽ പോലും അതിൻ്റെ പരിഗണന ഒന്നും കിട്ടാറില്ല. മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു കൺട്രി കാനഡയാണെന്ന് പറയുന്നതിൽ ഒരു സംശയം വേണ്ട. പക്ഷേ എന്തെങ്കിലും അസുഖവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാനഡയിൽ സർവൈവ് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലൂവും കോവിഡും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലൊന്നും അസുഖമൊന്നും പിടിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും നല്ലത്. എന്തായാലും നമുക്ക് തുടങ്ങാം കേരളത്തിലെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ്. ഇത് നമ്മൾ ഓക്ക് കമ്മ്യൂണിറ്റിയാണ്. നമ്മളൊരു ഇൻക്ലൂസീവ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ 2024 ആദ്യത്തെ ഇവൻ്റാണ് ഇവിടെ നടക്കുന്നത്, എർത്ത് ക്ലീനപ്പ്. എർത്ത് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എർത്ത് ക്ലീനപ്പിനോടൊപ്പം നമ്മൾക്ക് എർത്ത് ഡേ കോൺടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കുട്ടികളും അതുപോലെ മറ്റുള്ള ഓക്വിലുള്ള സ്കൂളിലുള്ള കുട്ടികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നമ്മുടെ കോർണേഷൻ പാർക്കാണ് നമ്മുടെ ഈ വർഷത്തെ പാർക്ക് ക്ലീനപ്പിൻ്റെ സ്പോട്ട്. നമ്മുടെ എർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 2 കോമ്പറ്റീഷൻസാണ് നടത്തിയത്. ഒന്ന് ഒരു പോസ്റ്റർ, എർത്ത് ഡേ പോസ്റ്റർ, പിന്നെ രണ്ടാമത്തെ എക്സ്പോസിറ്ററി എസ് എ കോമ്പറ്റീഷൻ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിജയികളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. കമ്മ്യൂണിറ്റി ഇന്നിവിടെ സംഘടിപ്പിച്ച എൻവയോൺമെൻറ്റ് ക്ലീനപ്പ് ഈ കൊറൻഷ്യൽ പാർക്കിൽ നടന്ന് ഈ ഓക്കുവിലുള്ള എല്ലാവരും കടന്നു വന്ന് ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആളുകൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നത് വളരെ സന്തോഷമുണ്ട്. ഓക്ക് ഫെസ്റ്റാണ് മെയ് 4 ഓക്ക് ഫെസ്റ്റ് ഒരു കൾച്ചറൽ പ്രോഗ്രാമും അതുപോലെ നമ്മുടെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ പെർഫോമൻസ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം. അപ്പോൾ അതിനെല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു. ഇത് ഇൻക്ലൂസീവാണ്, എവ്രി വൺ ഈസ് വെൽക്കം. നമ്മുടെ അതിൽ ഒരു കൾച്ചറൽ ഇവൻ്റ് ഉണ്ട്. ഇറ്റ്സ് എ ഗ്രാൻഡ് ഇവൻറ്റ്, ഞങ്ങളുടെ ഫസ്റ്റ് ഇവൻറ്റും കൂടിയാണ്. ഈവൻറ്റിൽ ഇപ്പോൾ ഞങ്ങൾ പാർട്ടിസിപ്പൻസൊക്കെ എല്ലാം ലിസ്റ്റ് തന്നു, എല്ലാം പ്രോഗ്രാംസൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോൾ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ $20 ഫോർ അഡൽട്ട്സ് ആൻഡ് $15 ഫോർ കിഡ്സ്. ഇപ്പോൾ മൾട്ടി കൾച്ചറലിസമാണ്. അപ്പോൾ ഞങ്ങളുടെ പല ഈവൻറ്റുകളാണ്, ഡാൻസ്, പാട്ട്, അങ്ങനെ പല ഈവൻറ്റുകളുണ്ട്. ചില സർപ്രൈസുകളുണ്ട്. നിങ്ങളെല്ലാവരും വന്ന് നേരിട്ട് നോക്കിയിട്ട് എൻജോയ് ചെയ്യുക. മദേഴ്സ് ഡേ സെലിബ്രേഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചില സർപ്രൈസസ് ഉണ്ട്. അത് നിങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതൊന്നും ഒന്ന് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഇത് നമ്മുടെ ആനുവൽ ഇവൻറ്റും നമ്മുടെ ഒരു ഇനാഗുറൽ ഇവൻറ്റും കൂടിയാണ്. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റീനെയും വെൽക്കം ചെയ്യണം. ലൊക്കേഷന് സെയിൻറ്റ് തോമസ് എക്യൂനാസ് അറ്റ് ഓക്വിൽ. ഇറ്റ്സ് എ ഓക്വിൽ കാത്തലിക് സ്കൂൾ. ആ ഒരു അവിടെ വെച്ചാണ് നമ്മുടെ ഇവൻറ്റിൻ്റെ വെന്യൂ നടക്കുന്നത്.